പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് മൈക്ക് സാന്റന എന്ന TNA റെസ്ലിംഗ് താരത്തെ സംബന്ധിച്ചാണ്. മൈക്ക് സാന്റന എന്ന റെസ്ലറിനെ കുറച്ച് WWE ആരാധകർക്കെങ്കിലും പരിചിതമാണ് എന്ന് വിചാരിക്കുന്നു. TNA റെസ്ലിംഗിൽ ഇപ്പോൾ വലിയ പുഷ് കിട്ടി ഇങ്ങനെ കത്തി നിൽക്കുന്ന താരങ്ങളിൽ ഒരാളാണ് മൈക്ക് സാന്റന. കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് നടന്ന NXT വീക്കിലി എപ്പിസോഡിൽ ചാമ്പ്യനായ WWEയുടെ സൂപ്പർ സ്റ്റാറായ ട്രിക് വില്യംസിനെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്ക് സാന്റന. മൈക്ക് സാന്റനയുടെ NXTയിൽ വന്നിട്ടുള്ള ഒരു വർക്ക് അത് ഇപ്പോൾ ക്രിയേറ്റീവ് ടീമിന് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മൈക്ക് സാന്റന NXTയിലേക്ക് വന്ന് പെർഫോം ചെയ്ത രീതിയും അദ്ദേഹത്തിൻ്റെ ബാക്ക് സ്റ്റേജിലെ ഒരു പെരുമാറ്റവും എല്ലാം മാനേജ്മെൻറ്റിനും ക്രിയേറ്റീവ് ടീമിനും നല്ല രീതിയിൽ NXTയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ TNA റെസ്ലിംഗുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അവസാനിക്കുന്ന സമയത്ത് NXTയിലേക്ക് മൈക്ക് സാന്റനയെ കൊണ്ടുവരാൻ നിലവിൽ പദ്ധതികൾ ഉണ്ട് എന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. AEW TNA റെസ്ലിംഗിൽ തുടങ്ങിയവയിലൊക്കെ ടാഗ് ടീം ഡിവിഷനിലായിരുന്നു മൈക്ക് സാന്റന അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉടനീളം ഉണ്ടായിരുന്നത്. എന്നാൽ TNA റെസ്ലിംഗിലേക്ക് രണ്ടാമതൊരു തിരിച്ചുവരവ് കഴിഞ്ഞ വർഷം നടത്തിയപ്പോഴാണ് ഇൻഡിവിജ്വൽ കരിയർ ആരംഭിച്ച ഉടനെ തന്നെ TNA റെസ്ലിംഗ് നല്ലൊരു പുഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. WWEയും TNA റെസ്ലിംഗും തമ്മിലുള്ള വർക്കിംഗ് പാർട്ണർഷിപ്പ് ആ ഒരു ഡീലിൻ്റെ പ്രകാരമാണ് മൈക്ക് സാന്റന NXTയിൽ വന്നിട്ട് വർക്ക് ചെയ്യാൻ ആരംഭിച്ചത്. അത് താരത്തിൻ്റെ കരിയർ മാറ്റിമറിക്കാവുന്ന രീതിയിലേക്കുള്ള ഭാവി പദ്ധതികളിലേക്കാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മൈക്ക് സാന്റനയുടെ റിംഗ് വർക്ക് അതികിടിലമാണ്. നല്ല രീതിയിൽ പ്രൊമോ കട്ട് ചെയ്യാനും ക്യാരക്ടർ വർക്ക് ചെയ്യാനും താരത്തെ കൊണ്ട് സാധിക്കും. അപ്പോൾ ജിയോ ഹെൻറിക്ക് ശേഷം മൈക്ക് സാന്റന കൂടി WWEയിൽ TNA റെസ്ലിംഗിൽ നിന്ന് കൂടുമാറാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് സൂപ്പർ താരമായ റാൻഡി ഓർട്ടനെ സംബന്ധിച്ചാണ്. ഓർട്ടൻ്റെ തിരിച്ചുവരവിനോട് അനുബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്സ് നമുക്കിപ്പോൾ WWEയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ റാൻഡി ഓർട്ടൻ്റെ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. റാൻഡി ഓർട്ടനും കൂടി ഭാഗമായിട്ടുള്ള ഫെറ്റൽ ഫോർവേയിൽ റാൻഡി ഓർട്ടൻ, LA നൈറ്റ്, കാർമെലോ ഹെയ്സ്, ആൻഡ്രാഡെ തുടങ്ങിയവരാണ് ഏറ്റുമുട്ടുന്നത്. ഇതിൽ വിജയസാധ്യതയുള്ള രണ്ട് പേരുകളിൽ ഒന്ന് റാൻഡി ഓർട്ടൻ്റെയും LA നൈറ്റിൻ്റെയും പേരുമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. എന്നാൽ LA നൈറ്റ് ഇപ്പോൾ സെത്തിനെതിരെയുള്ള ഒരു സ്റ്റോറി ആരംഭിക്കുന്നതിൻ്റെ സൂചനകൾ റോയിൽ നൽകിയതുകൊണ്ട് തന്നെ LA നൈറ്റിൻ്റെ വിജയസാധ്യത സെത്തിൻ്റെ ഫാക്ഷൻ തടയാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ റാൻഡി ഓർട്ടനായിരിക്കും ഈ ഒരു ഫേറ്റൽ ഫോർവേയിൽ വിജയിക്കാൻ സാധ്യത. അങ്ങനെയാണെങ്കിൽ സെമി ഫൈനലിൽ ഇപ്പോൾ റോയിൽ നിന്ന് ക്വാളിഫൈ നേടിയിട്ടുള്ള അഡ്വാൻസ് ചെയ്ത് എത്തിയിട്ടുള്ള സാമി ജെയിനെതിരെയായിരിക്കും റാൻഡി ഓർട്ടന് മത്സരിക്കാൻ സാധ്യത. ഒരു ഗംഭീര മത്സരം സാമിയും റാൻഡിയും തമ്മിൽ പ്രതീക്ഷിക്കാം. അതിനു മുൻപ് ഒരു ഗംഭീര ഫേറ്റൽ ഫോർവേ മത്സരം ഈ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ റാൻഡി ഓർട്ടൻ്റെ തിരിച്ചുവരവ് എന്ത്, അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് കൃത്യമായി WWE തന്നെ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. മൂന്നാമത്തെ ചെറിയൊരു അപ്ഡേറ്റ് സൂപ്പർ താരമായ ഷെയ്മസിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് തികച്ചിട്ടുണ്ട്. ട്രിപ്പിൾ എച്ച് തന്നെ അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ടുള്ള ഒരു പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. WWE സൂപ്പർ സ്റ്റാർസിൻ്റെ ഒപ്പം ഷെയ്മസും കൂടി വർക്കൗട്ട് ചെയ്യുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. നാലാമത്തെ അപ്ഡേറ്റ് ജേഡ് കാർഗിൽ എന്ന സ്മാക്ഡൗൺ ബ്രാൻഡിലെ റെസ്ലറിനെ സംബന്ധിച്ചാണ്. മുൻ ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായിരുന്ന ജേഡ് കാർഗിലിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ്, അദ്ദേഹത്തിൻ്റെ ഭാവി എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് രണ്ട് ന്യൂസ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൽ ഇപ്പോൾ ജേഡ് കാർഗിലിനെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജേഡ് കാർഗിലിൻ്റെ ഫേറ്റൽ ഫോർവേ മത്സരത്തിൽ നയ ജാക്സ്, മീച്ചിൻ, പൈപ്പർ നെവൻ തുടങ്ങിയവരെയാണ് ജേഡ് കാർഗിൽ നേരിടുന്നത്. കൂടാതെ ജേഡ് കാർഗിലിനെ സംബന്ധിച്ച് നമുക്കറിയാൻ സാധിച്ച രണ്ടാമത്തെ അപ്ഡേറ്റ്, ജേഡ് കാർഗിലിന് എവല്യൂഷൻ 2 എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ് ജൂലൈ മാസത്തിൽ നടക്കുന്ന വുമൻസിന് വേണ്ടി മാത്രം നടത്തുന്ന ആ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഗംഭീര പുഷ് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ മറ്റൊരു റൂമർ കേൾക്കുന്നത് ജേഡ് കാർഗിലും നയോമിയും തമ്മിലുള്ള മത്സരം എവല്യൂഷൻ പ്രീമിയം ലൈവ് ഇവൻറ്റിൽ വെച്ച് നടത്താൻ പദ്ധതികൾ ഉണ്ട് എന്നാണ്. അതിൽ ജേഡ് കാർഗിലിനെ വിജയിപ്പിക്കാനും നിലവിൽ പദ്ധതികളുണ്ട്. നയോമി മിസിസ് മണി ഇൻ ദ ബാങ്ക് ആയിട്ട് വിജയിച്ചു വന്നിട്ടുള്ള താരമാണ്. പക്ഷേ ജേഡ് കാർഗിലിനെതിരെയുള്ള സ്റ്റോറി നടക്കുമ്പോൾ ജേഡ് കാർഗിലിന് വിജയം കൊടുക്കാനാണ് നിലവിൽ പദ്ധതിയുള്ളത്. എന്നാൽ ഫേറ്റൽ ഫോർവേ മത്സരത്തിൽ ജേഡ് കാർഗിലിന് വിജയസാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമാണ്. വിജയസാധ്യത വളരെ കുറവാണ്. എന്തായാലും ജേഡ് കാർഗിലിൻ്റെ ഇനി വരുന്ന ആഴ്ചകളിലെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ജേഡ് കാർഗിലിന് ചാമ്പ്യൻഷിപ്പ് റണ്ണൊക്കെ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ അപ്ഡേറ്റ് ട്രൂത്ത് എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. റോൺ കില്ലിങ്സ് എന്ന പേരിലായിരിക്കും ഇനി ട്രൂത്ത് അറിയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ റിയൽ നെയിമും റോൺ കില്ലിങ്സ് എന്ന പേരാണ്. റോ എപ്പിസോഡിൽ വന്നിട്ട് മുടി മുറിച്ചു മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മുടി മുറിച്ചു മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ട്രൂത്ത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ കുറച്ചും കൂടി സീരിയസ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ
പുതിയൊരു വീഡിയോ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ പുതിയ ലുക്ക്, ആ ഹെയർ സ്റ്റൈലിൻ്റെ ലുക്കൊക്കെ വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. പഴയ പോലെ ആ ഒരു കോമഡി ആയിട്ടുള്ള ഒരു മുഖഭാവമൊന്നും ട്രൂത്തിൻ്റെതായി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നില്ല. താരം കുറച്ചും കൂടി സീരിയസ് ആയിട്ടുണ്ട്. അപ്പോൾ സീരിയസ് ആകുക എന്ന് പറയുമ്പോൾ താരത്തിന് നല്ല ഒരു സ്റ്റോറി ഇനി കിട്ടാൻ സാധ്യതയുണ്ട്. സീനയ്ക്കെതിരെ ഒരു മത്സരം കൂടി ട്രൂത്ത് കളിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ട്രൂത്തിൻ്റെ ക്യാരക്ടർ കുറച്ച് സീരിയസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ട്രൂത്തിൻ്റെ ക്യാരക്ടർ സീരിയസ് ആക്കിയതും മുടി മുറിച്ചു മാറ്റിയതിനെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. 6ാമത്തെ അപ്ഡേറ്റ്, നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവന്റിൽ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ള ജോൺ സിന വേഴ്സസ് CM പങ്ക് തമ്മിലുള്ള അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. 2 സംശയങ്ങളാണ് പല കൂട്ടുകാർക്കും ഉള്ളത്. അതിൽ ഒന്ന്, സെത്ത് റോളിൻസ് ക്യാഷിൻ നടത്തുമോ എന്നുള്ളതാണ്. സെത്ത് റോളിൻസ് ക്യാഷിൻ അറ്റംപ്റ്റ് നടത്തുമെന്നുണ്ടെങ്കിലും ക്യാഷിൻ അദ്ദേഹം നടത്തി മത്സരത്തിൽ ഇടപെടാനുള്ള സാധ്യത നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ വളരെ കുറവാണ്. 2ാമത്തെ ഒരു സംശയം റോമൻ റീൻസിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചാണ്. ഈ മത്സരത്തിൻ്റെ അവസാനം സെത്ത് റോളിൻസിൻ്റെ ഫാക്ഷൻ ഇടപെടുമ്പോൾ റോമൻ വന്നിട്ട് CM പങ്കിൻ്റെ കൂടെ നിൽക്കുമോ എന്നുള്ളതാണ് പലരും സംശയത്തോടു കൂടി കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നത്. റോമൻ റീൻസിൻ്റെ റിട്ടേണിന് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന് പറയുന്ന ഇവൻറ്റിൽ സാധ്യത വളരെ കുറവാണ്. കാരണം നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് നടക്കുന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടായതുകൊണ്ട് തന്നെ റോമൻ റീൻസിനെ സൗദി അറേബ്യൻ ഷോയിൽ അവർ കൊണ്ടുവരുമ്പോൾ, അത് ഒരു റിട്ടേൺ കൊടുത്ത് കൊണ്ടുവരുമ്പോൾ ആ ന്യൂസ് ദിവസങ്ങൾക്ക് മുൻപേ ബ്രേക്ക് ചെയ്യപ്പെടും. അപ്പോൾ റോമൻ്റെ റിട്ടേണിൻ്റെ ഇമ്പാക്റ്റ് കുറയും. അപ്പോൾ അമേരിക്കയിൽ വെച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എപ്പിസോഡ്, അതല്ലെങ്കിൽ ഒരു വീക്ക്ലി എപ്പിസോഡ്, അതിൽ വെച്ചിട്ട് റോമൻ റീൻസിൻ്റെ റിട്ടേൺ അവർക്ക് നടത്തുകയാണെങ്കിൽ അത് വലിയൊരു സർപ്രൈസ് ആക്കിയിട്ട് അവർക്ക് കാണിക്കാൻ സാധിക്കും. അപ്പോൾ വലിയ ഇമ്പാക്റ്റ് റോമൻ റീൻസിൻ്റെ റിട്ടേണിന് ലഭിക്കും. അപ്പോൾ സൗദി അറേബ്യയിൽ വെച്ചിട്ട് നടക്കുന്ന നൈറ്റ് ഓഫ് ചാമ്പ്യൻസിൽ റോമൻ റീൻസിൻ്റെ തിരിച്ചുവരവിന് സാധ്യത കുറവാണ്. ഇനി സീന വേഴ്സസ് പങ്ക് തമ്മിൽ മത്സരിക്കുന്ന ഈ മാച്ചിൻ്റെ, ഈ ഒരു ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു റിസൾട്ടിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ജോൺസിന തന്നെയായിരിക്കും ടൈറ്റിൽ റിട്ടേൺ ചെയ്യുക. പക്ഷേ അത് ക്ലീൻ ആയിട്ടുള്ള ഒരു വിജയം സീനക്ക് സമ്മാനിക്കില്ല. സീന പതിവ് പോലെ ടൈറ്റിലെടുത്ത് പങ്കിനെ ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണിച്ചേക്കാം. അല്ലെങ്കിൽ പങ്കിനെ ഡിസ്ട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സെത്തിൻ്റെ ഫാക്ഷനിലെ ബ്രോൺസൺ റീഡ്, ബ്രോൺ ബ്രേക്കർ തുടങ്ങിയവരുടെ ഒരു ഇടപെടൽ ഉണ്ടായേക്കാം. ഈ അവസരങ്ങളിലൊക്കെ ആയിരിക്കും സീന മിക്കവാറും ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധ്യതയുള്ളത്. പങ്ക് എന്തായാലും ഈ ഒരു മത്സരത്തിൽ വിജയിക്കില്ല. പങ്ക് പുതിയ ചാമ്പ്യൻ ആകുന്നത് നമുക്ക് നൈറ്റ് ഓഫ് ചാമ്പ്യൻസ് എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൽ കാണാൻ സാധിക്കില്ല എന്നുള്ളത് 101% ഉറപ്പാണ്. ജോൺസിനയുടെ ടൈറ്റിൽ റൺ അവസാനിപ്പിക്കുന്നത് അത് മറ്റൊരു താരമായിരിക്കും. അതും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഫുൾ ടൈം റെസ്ലറായിട്ട് ഉള്ള ഒരു റെസ്ലറായിരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു മത്സരത്തെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ള ചെറിയ സംശയങ്ങൾക്കുള്ള ഉത്തരം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ള പോയിന്റ്, അടുത്ത ചൊവ്വാഴ്ച നടക്കാൻ പോകുന്ന റോ എപ്പിസോഡിലേക്ക് കിങ് ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റിൻ്റെ ആദ്യ റൗണ്ടിലെ 2ാമത്തെ മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. അതിൽ ഷെയ്മസ്, റൂസേവ്, ബ്രോൺസൺ റീഡ് ഈ 3 പേരെയാണ് ആ ഒരു ഫേറ്റൽ ഫോർവേയിൽ കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ റെസ്ലർ ആര് എന്നുള്ളത് ഇപ്പോൾ ഒരു സംശയമാണ്. മിസ്റ്ററി റെസ്ലർ ആണെന്നാണ് WWE ഔദ്യോഗികമായി പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. അത് ആരാണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. നിലവിലൊരു റൂമർ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇഞ്ചുറി മൂലം കഴിഞ്ഞ വർഷം മാറി നിന്ന ഇല്യ ഡ്രാഗ്നോവിൻ്റെ തിരിച്ചുവരവ് നമുക്ക് ഈ ഒരു ഫേറ്റൽ ഫോർവേയിലൂടെ കാണാൻ സാധിക്കുമെന്നാണ്. ഇല്യ ഡ്രാഗ്നോവ് തിരികെ വന്നിട്ട് ഒരു ഗംഭീര പ്രകടനം ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഇല്യ ഡ്രാഗ്നോവിന് വിജയ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമാണ്. കാരണം ഈ മത്സരത്തിൽ തിരികെ വന്ന റൂസേവ്, ബ്രോൺസൺ റീഡ്, ഷെയ്മസ് തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ റൂസേവ്, ഷെയ്മസ് ഇവർക്കിടയിൽ ഒരു സ്റ്റോറി ആരംഭിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ബ്രോൺസൺ റീഡിൻ്റെ വിജയ സാധ്യതയാണ് അവിടെ കാണുന്നത്. ഇല്യ ഡ്രാഗ്നോവ് തിരികെ വന്നത്, ഇല്യ ഡ്രാഗ്നോവിന് വിജയ സാധ്യത ഒട്ടും ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ നിലവിലെ ഒരു സിറ്റുവേഷൻ ഇല്യ ഡ്രാഗ്നോവിന് അനുകൂലമല്ല. ഇതിൽ പങ്കെടുക്കുന്ന മറ്റ് സൂപ്പർ സ്റ്റാർസിന് വിജയസാധ്യത കൂടുതലുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാനുള്ളത്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.